വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 35 ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 36ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിഫറൻസിയേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. If cos y is equal to x cos of a plus y, then prove that dy by dx equal to cos square of a plus y by sin a. അതായത് cos x equal to x cos of a plus y തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് dy by dx equal to cos square of a plus y by sin a ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? cos y is equal to x cos of a plus y എടുത്തെഴുതി. ദെൻ ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഈ എക്സിനെ മാത്രമാക്കിയിട്ട് എഴുതിക്കൂടെ? എക്സ് ഈക്വൽ ടു ഈ കോസ് ഓഫ് എ പ്ലസ് വൈനെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈ വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ചായി. എക്സ് ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല, എക്സ് വരുന്ന ടേം ഒരുമിച്ചായി, കോസ് ടേംസ് ഒക്കെ ഒരുമിച്ചാക്കിയിട്ട് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു cos y by cos of a plus y എന്ന് കിട്ടി. ദെൻ ഇനി എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ് വരിക? 1 ആണല്ലേ വരിക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് വൈ ബൈ കോസ് ഓഫ് എ പ്ലസ് വൈ എന്ത് കിട്ടും? നമ്മൾ കോഷ്യൻ റൂൾ യൂസ് ചെയ്യുക അല്ലേ? കോഷ്യൻ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. സോ കോഷ്യൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ കോഷ്യൻ റൂൾ. അപ്പോൾ കോസ് ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ആണല്ലേ. അപ്പോൾ കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ഇൻറ്റു ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ, ദെൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് എഴുതും. ഓക്കെ, കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ, ദെൻ വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ന്യൂമറേറ്റർ കോസ് വൈ എഴുതി. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ്? കോസ് ഓഫ് എ പ്ലസ് വൈ ആണ്. കോസ് ഓഫ് എ പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ ഓഫ് എ പ്ലസ് വൈ എന്ന് കിട്ടും. മൈനസ് സൈൻ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ്. എൻ്റെ ഡെറിവേറ്റീവ് എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 വരും. വൈൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 0 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് വരും. 0 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് തന്നെ. അപ്പോൾ കോസ് ഓഫ് എ പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? മൈനസ് സൈൻ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ് കിട്ടുക. ഓക്കെ, ദെൻ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ, കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ. ദെൻ ഇനി എന്ത് എഴുതുക? ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? ഈ ടേംസിൽ ഇതിലും ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് കോമൺ ആക്കി എടുത്ത് എഴുതുമ്പോൾ എന്ത് വരും? 1 is equal to മൈനസ് ഇവിടേക്ക് കൊണ്ടുവന്നു മൈനസ് കോസ് ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു സൈൻ വൈ. ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. പ്ലസ് കോസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ എന്താണ്? ഈ ടേമിലും ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുത്തു. ദെൻ അടുത്തത് എന്ത് ചെയ്യാം? ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് ഈ മൈനസിനെ ഇങ്ങോട്ടാക്കിയിട്ട് നമുക്ക് മൈനസിനെ ഇങ്ങോട്ടാക്കി ഈ ടേംസിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതായത് സൈൻ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ മൈനസ് ടേം നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതി. നേരത്തെ മൈനസ് സൈൻ വൈ കോസ് ഓഫ് എ പ്ലസ് വൈ അവിടെ അപ്പുറത്തായിരുന്നു. അതിന് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് മൈനസ് ഉള്ളിലേക്ക് ആക്കി എഴുതുമ്പോൾ എന്ത് കിട്ടും? സൈൻ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ വൈ ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് വൈ കിട്ടും. ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. നമ്മൾ നേരത്തെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഡി വൈ ബൈ ഡി എക്സ്. ദെൻ ഈ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ
സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എയും എ പ്ലസ് വൈ എന്ന് പറയുന്നത് എയും വൈ എന്ന് പറയുന്നത് ബിയും ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഫോം? സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ എന്നുള്ള ഫോമിലാണ് കിട്ടുക. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണല്ലേ. ഇതെന്താ വരിക? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബിൻ്റെ റിസൾട്ട് എന്താ വരിക? സൈൻ ഓഫ് എ മൈനസ് ബി. അതായത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ബി എന്നാണ് വരിക. സൈൻ ഓഫ് എ പ്ലസ് ബി എന്നാണ് വരിക. അപ്പോൾ നമ്മൾ ആ ഫോമിലേക്ക് ആക്കിയിട്ട് എഴുതി. 1 is equal to ഇത് സൈൻ എ കോസ് ബി കോസ് എ സൈൻ ബി എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. ഞാൻ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സൈൻ ബി കോസ് എ എന്നാണ് എഴുതിയിരിക്കുന്നത്, കുഴപ്പമില്ല. അപ്പോൾ എന്ത് വരും? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. അപ്പോൾ നമ്മൾ സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമിൽ എഴുതി. അതായത് എ പ്ലസ് വൈ മൈനസ് വൈ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇവിടെ സൈൻ ഓഫ് എ പ്ലസ് വൈ മൈനസ് വൈ മൈനസ് വൈ വരും. വൈ മൈനസ് വൈ എന്ന് കിട്ടും. വൈ മൈനസ് വൈ എന്താ വരിക? 0. ബാക്കി എന്തുണ്ടാവുള്ളൂ? ദാറ്റ് ഇംപ്ലൈസ് 1 is equal to സൈൻ ഓഫ് എ ബൈ കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, 1 is equal to സൈൻ എ ബൈ കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇത് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ കാണേണ്ടത്? ഡി വൈ ബൈ ഡി എക്സിനെ ഇവിടെ തന്നെ നിർത്തിയിട്ട് ഇതിനെ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? കോസ് സ്ക്വയർ ഇവിടെയും വരും, സൈൻ എ ഡിനോമിനേറ്ററിലും വരും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ബൈ സൈൻ എ കിട്ടും. നമുക്കതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, കോസ് വൈ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് വൈ അല്ലേ തന്നിട്ടുള്ളത്? എക്സ് ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് വൈ. അത് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് കിട്ടുന്നത്? കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ബൈ സൈൻ എ ആണ് കിട്ടുന്നത്. അത് പ്രൂവ് ചെയ്യാനായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? എക്സിൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ചാക്കി, കോസിൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ചാക്കി, എന്നിട്ട് രണ്ട് സൈഡിലും ഡെറിവേറ്റ് ചെയ്തു. ദെൻ ഡി വൈ കോമൺ ആയിട്ടുള്ളത് എടുത്തു. ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി എഴുതി. സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമിലേക്ക് ആക്കി എഴുതിയിട്ട് ഡി വൈ ബൈ ഡി എക്സിന് അവിടുത്തെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ബൈ സൈൻ എന്ന് കിട്ടും. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദെർഫോർ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എഴുതണം? ലാസ്റ്റ് therefore hence proved എന്ന് എഴുതാം. hence proved. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അതിൽ നമ്മൾ ഇവിടെ കോസിന് പകരം അവിടെ സൈൻ ആയിരുന്നുള്ളൂ, ഇവിടെ കോസായി. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ സൈനാണ്, ഇതിൽ കോസാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ ഒബ്ജക്റ്റീവ് എഴുതിയിട്ടില്ലേ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലേ MCQ ക്വസ്റ്റ്യൻസിൽ? അതിൽ 17ാമത്തെ ക്വസ്റ്റ്യനിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3, 4, -5 ഫ്രം ദ പ്ലെയിൻ 2x - 3y + 3z + 27 is equal to 0. സെയിം ക്വസ്റ്റ്യൻ തന്നെ, വാല്യൂസ് ഒന്നും ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം പ്ലെയിൻ. നമ്മുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലയിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ എന്താണ് ലാസ്റ്റ് ആൻസർ വരിക? 6/√22 യൂണിറ്റ്സ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യനും 37ാമത്തെ ക്വസ്റ്റ്യനും എന്താണ് സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അത് ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതണം. ലാസ്റ്റ് ഫൈനൽ ആൻസർ മാത്രം എഴുതി വെച്ചാൽ പോലെ 3 സ്റ്റെപ്പ് അതിൽ കാണണം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റെഡ്യൂസ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ 4x - 5y + 6z - 60 = 0 to the intercept form. Find its intercepts on the coordinate axis. എന്താണ് തന്നിട്ടുള്ളത്? പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിനെ
ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണം. ദെൻ ഫൈൻഡ് ഇറ്റ്സ് ഇന്റർസെപ്റ്റ് ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ്. അതിൻ്റെ കോർഡിനേറ്റ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ്സും കാണണം. ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഇന്റർസെപ്റ്റ്സും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. പ്ലെയിൻ്റെ ഇന്റർസെപ്റ്റ് ഫോം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ, ഇതും ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഈസ് 4x മൈനസ് 5y പ്ലസ് 6z മൈനസ് 60 ഈക്വൽ ടു 0. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഈ 60 ഉണ്ടല്ലോ കോൺസ്റ്റൻറ്റ്, അതിനെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 4x മൈനസ് 5y പ്ലസ് 6z മൈനസ് 60 ഈക്വൽ ടു 60 എന്നാക്കും. ഈ മൈനസ് 60 ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 60. ദെൻ ദ ഇക്വേഷൻ 1 ക്യാൻ ബി റിട്ടൺ ആസ്, ഇക്വേഷൻ 1നെ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് ഈ ഫോമിലേക്ക് ആക്കേണ്ടത്, അതായത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈക്വൽ ടു 1 ആവണമെങ്കിൽ, ഇത് 1 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെല്ലാത്തിനെയും നമ്മൾ എന്തുകൊണ്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇവിടെ 1 കിട്ടണമെങ്കിൽ എന്ത് വേണം? എല്ലാത്തിനെയും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4x ബൈ 60 മൈനസ് 5y ബൈ 60 പ്ലസ് 6z ബൈ 60 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 60 ബൈ 60 ഈസ് ഈക്വൽ ടു 1. ഞാൻ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. 60 ബൈ 6 ഈക്വൽ ടു 1. 60 ബൈ 60 ഈസ് ഈക്വൽ ടു ഇവിടെ 1 കിട്ടി. ദെൻ 4x ബൈ 60, 4x ബൈ 60, 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 15 കിട്ടും അല്ലേ? 60 ഡിവൈഡ് ബൈ 4 15 കിട്ടും. അപ്പോൾ 4 ബൈ ഇവിടെ 4 ബൈ 4, ഇവിടെ 4 ഡിവൈഡ് ബൈ 4 1 കിട്ടും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. അതാണ് എക്സ് ബൈ 15 എഴുതിയിട്ടുള്ളത്. ദെൻ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 5 1 കിട്ടും. ഇവിടെ ഡിവൈഡ് ബൈ 5 12 കിട്ടും. ദെൻ ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ബൈ 6 1 കിട്ടും. 60 ബൈ 6 10 കിട്ടും. അപ്പോൾ എന്താണ് വരിക? 4 ബൈ എക്സ് എന്തായിട്ട് മാറും? 4x ബൈ 60 എന്തായിട്ട് മാറും? എക്സ് ബൈ 15 മൈനസ് 5 ബൈ 60 ആണ്. 5y ബൈ 60 എന്തായിട്ട് മാറും? മൈനസ് y ബൈ 12 ആയിട്ട് മാറും. പ്ലസ് 6z ബൈ 60 എന്ത് വരും? z ബൈ 10 എന്ന് കിട്ടും. ഈക്വൽ ടു 1. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് വരിക? ഈ മൈനസിനെ നമ്മൾ ബ്രാക്കറ്റിലിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി എഴുതണ്ടേ, അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിൽ ആക്കിയിട്ട് എഴുതിയുള്ളത് -12 എന്ന്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1. ആ ഫോമിലല്ലേ ഇപ്പോൾ ഇത് കിടക്കുന്ന എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1. അപ്പോൾ എന്താണ് കിട്ടുക? വിച്ച് ഈസ് ദ ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. പ്ലെയിനിൻ്റെ ഇൻ്റർസെപ്റ്റ് ഫോമിലാണ് നമ്മളിപ്പോൾ റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്റർസെപ്റ്റ് ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ് ആർ 15 -12 ആൻഡ് 10 റെസ്പെക്റ്റീവ്ലി. അതായത് എന്റെ വാല്യൂ എക്സ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 15 ആണ്. വൈ ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് -12 ആണ്. സെഡ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണം, അതിൻ്റെ ഇന്റർസെപ്റ്റ്സ് എല്ലാം കണ്ടുപിടിക്കാൻ വേണം. അപ്പോൾ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. ഈ തന്ന പ്ലെയിനിനെ ഈ കോൺസ്റ്റൻറ്റിന് ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ടാക്കി എഴുതുക. ദെൻ ഈ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 1 കിട്ടണമെങ്കിൽ ഇവിടെ തന്ന കോൺസ്റ്റൻറ്റിനെ കൊണ്ട് ഇവിടെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് 1 ആക്കുക. ഇവിടെ 4 കോമൺ ഉണ്ട്, 5 ഉണ്ട്, ഇവിടെ 6 കോമൺ ഉണ്ട്. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്യുമ്പോൾ x ബൈ 15 y ബൈ 12 z ബൈ 10 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വാല്യൂ 15 കിട്ടി, ബീൻ്റെ വാല്യൂ -12 എന്ന് കിട്ടി, സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടി. അപ്പോൾ നമ്മളെ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് വൈ സെഡ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് ആണ് എന്തൊക്കെ എ ബി സി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് 15 ആണ്, വൈ ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് -12 ആണ്, സെഡ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് 10 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? therefore intercepts on the coordinate axis is equal to 15 -12 10 എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ദ എലിപ്സ് 3x² + 2y² is equal to 6. Find the length of minor and major axis, coordinate of the foci, vertices and the eccentricity.
എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോമിലല്ല, ബട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ എന്തൊക്കെ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കാണണം, മേജർ ആക്സിസ് കാണണം, ഫോക്കൈ കാണണം, ഫോക്കൈൻ്റെ കോർഡിനേറ്റ്സ് കാണണം, വേർട്ടിസസ് കാണണം, അതുപോലെ തന്നെ എസെൻട്രിസിറ്റിയും കാണണം. 4 1 2 3 4 5 അഞ്ചെണ്ണം കാണണം. 4 മാർക്കുള്ളൂ. അപ്പോൾ മേജർ ആക്സിസും മൈനർ ആക്സിസും കാണാനുള്ളതിന് ഹാഫ് മാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ എലിപ്സ് തന്നിട്ടുള്ളത്. ഇതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് മാറ്റണം, സ്റ്റാൻഡേർഡ് എലിപ്സിൻ്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് എലിപ്സിൻ്റെ ഫോമാറ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. ഇതാണല്ലേ സ്റ്റാൻഡേർഡ് എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇവിടെ 1 കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതാണ് കോൺസ്റ്റൻ്റ് ഉള്ളത്? 6 ആണുള്ളത്. അപ്പോൾ 6നെ കൊണ്ട് ഇവിടെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3x സ്ക്വയർ ബൈ 6 പ്ലസ് 2y സ്ക്വയർ ബൈ 6 ഈക്വൽ ടു 6/6. ദാറ്റ് ഇംപ്ലൈസ് 3/6 എന്താ കിട്ടുക? 1/2 ആണ് അല്ലേ? ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 6/3 2 കിട്ടും, എക്സ് സ്ക്വയർ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/2 1 കിട്ടും, 6/2 3 കിട്ടും, y സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 1 എന്ന് കിട്ടും. 6/6 1 തന്നെ. ദെൻ ഇത് നമുക്ക് എന്ത് കിട്ടും? ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായി. ഈ ഫോമിലാണ് ഇരിക്കുന്നത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലാണ് എന്തുള്ളത്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 1 ഇരിക്കുന്നത്. ദെൻ ഇതിന് നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയറും ബി സ്ക്വയറും കിട്ടും. എ സ്ക്വയറും ബി സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. എ സ്ക്വയർ എന്താണ്? 2 ആണ്. ബി സ്ക്വയർ എന്താണ്? 3 ആണ്. അപ്പോൾ ഇതിന് എ എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു √2 ആൻഡ് ബി ഇസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? എനേക്കാളും ഗ്രേറ്റർ ആണല്ലേ? എ √2ഉം ബി √3ഉം ആണ്. അപ്പോൾ നമ്മൾ ബി ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പോൾ നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈപ്പാണ്. അതായത് മേജർ ആക്സിസ് എവിടെയാണ്? വൈ ആക്സിസിലാണുള്ളത്. 2 ടൈപ്പ് ഓഫ് എലിപ്സ് ഉണ്ട്. ഒന്ന് എക്സ് ആക്സിസിൽ മേജർ ആക്സിസ് വരുന്നതും ഒന്ന് മേജർ ആക്സിസ് വൈ ആക്സിസിൽ വരുന്നതും. അപ്പോൾ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബിയും ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ എയും ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ബീൻ്റെ വാല്യൂ എന്താണ്? എൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മേജർ ആക്സിസ് ഈസ് അലോങ് വൈ ആക്സിസ്. മേജർ ആക്സിസ് വൈ ആക്സിസിലാണ് വരുന്നത്. അത് ഈ ടൈപ്പ് ഓഫ് എലിപ്സ് ആണ് ഉള്ളത്. ഓക്കെ. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഓഫ് മേജർ ആക്സിസും മൈനർ ആക്സിസും കാണാം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മേജർ ആക്സിസ് അപ്പോൾ ഏതാണ് വരിക? വൈ ആക്സിസിലായതുകൊണ്ട് ബി ആണ് നമ്മൾ മേജർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2b, ദാറ്റ് ഈസ് 2 × √3. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഇപ്പോൾ എവിടെയാണുള്ളത്? എക്സ് ആക്സിസിലാണ്. അപ്പോൾ അതിലുള്ള കോർഡിനേറ്റ് ഏതാണ് നമ്മൾ വരുന്നത്? ഡിസ്റ്റൻസ്. അതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് a ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 2 × a ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2. ദെൻ അടുത്തത് കോർഡിനേറ്റ് ഓഫ് ഫോക്കൈ എന്ന് പറയുമ്പോൾ രണ്ട് എലിപ്സിലും 2 ഫോക്കൈ വ്യത്യാസമുണ്ട്. സെക്കൻഡ് ടൈപ്പ് ആകുമ്പോൾ 0 ± BE ആണ് വരിക. ഫസ്റ്റ് ടൈപ്പ് ആകുമ്പോൾ എന്താ വരിക? ± AE, 0 എന്നാണ് ഫസ്റ്റ് ടൈപ്പിന് വരിക. പക്ഷേ ഇവിടെ നമ്മളത് എന്താണ്? സെക്കൻഡ് ടൈപ്പ് അല്ലേ? മേജർ ആക്സിസ് എവിടെയാണ്? വൈ ആക്സിസിലാണുള്ളത്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ഓഫ് ഫോക്കൈ എന്ന് പറയുമ്പോൾ 0, ± BE എന്ന് വരും. സോ അതിൻ്റെ മുന്നേ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയില്ല. അപ്പോൾ എസെൻട്രിസിറ്റി കണ്ടിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു എന്താ വരിക? √1 - a² / b². എസെൻട്രിസിറ്റി രണ്ടെണ്ണത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈപ്പ് ആകുമ്പോൾ എസെൻട്രിസിറ്റീൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. 1 - √1 - a² / b². ദെൻ a² എന്ന് പറഞ്ഞാൽ 2 ആണ്, b² എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ √1 - 2/3 is equal to എന്ത് കിട്ടും? 3 × 1. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 × 1 3 - 2 × 1 2/3. 3 - 2 1/3. √1/3 എന്ന് കിട്ടും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് എഴുതാം? √1/√3 എന്ന് എഴുതിക്കൂടെ? √1/√3 എന്ത് എഴുതും? √1ൻ്റെ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ? √1ൻ്റെ വാല്യൂ 1 തന്നെയാണ്. √3 അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എസെൻട്രിസിറ്റീൻ്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 1/√3 എന്ന് കിട്ടി. അപ്പോൾ 1/√3 എസെൻട്രിസിറ്റീൻ്റെ വാല്യൂ കിട്ടി. ദെൻ അത് നമ്മൾ ഫോക്കൈലിൻ്റെ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b × e കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീൻ്റെ വാല്യൂ നമുക്കറിയാം √3 ആണ്. അപ്പോൾ 0, ± √3
ഇൻറ്റു 1/√3. √3 ഇൻറ്റു 1/√3. √3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൈൻ്റെ ഇതെന്താ കോർഡിനേറ്റ്സ് എന്താ കിട്ടുക? 0 ± 1 എന്നാണ് കിട്ടുക. ഓക്കെ, കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ എന്ന് പറയുന്നത് 0 ± 1 ആണ്. എസെൻട്രിസിറ്റി കിട്ടി, ഫോക്കൈൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. ലാസ്റ്റ് വൺ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? വേർട്ടിസസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേർട്ടിസസ് ഇവിടെ വ്യത്യാസം ഉണ്ട്. എന്താണ് വരിക? 0 ± b ആണ് വരിക. സെക്കൻഡ് ടൈപ്പ് അല്ലേ, അപ്പോൾ 0 ± b എന്ന് വന്നു. സോ വേർട്ടിസസ് എന്താ കിട്ടുക? 0 ± √3 എന്ന് കിട്ടി. ഓക്കെ, 0 ± √3. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അപ്പോൾ നമ്മളത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എലിപ്സിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇവിടെ 1 ആവാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ എൻ്റെയും ബീൻ്റെയും വാല്യൂ കിട്ടിയിട്ട് അത് ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ടേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെയും ബീൻ്റെയും വാല്യൂ നോക്കിയാൽ മതി. A > B ആണെങ്കിൽ ഫസ്റ്റ് ടൈപ്പും B > A ആണെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ആയിരിക്കും. സെക്കൻഡ് ടൈപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആക്സിസ് y ആക്സിസിലായിട്ടായിരിക്കും കിടക്കുക. ഫസ്റ്റ് ടൈപ്പ് ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക, x ആക്സിസിലായിരിക്കും മേജർ ആക്സിസ് വരിക. സെക്കൻഡ് ടൈപ്പ് ആകുമ്പോൾ y ആക്സിസിലായിരിക്കും മേജർ ആക്സിസ് വരിക. അപ്പോൾ മേജർ ആക്സിസ് y ആക്സിസിലാണുള്ളത്. സോ B > A ആണ്. ദെൻ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മേജർ ആക്സിസ് ആകുമ്പോൾ 2B, മൈനർ ആക്സിസ് ആകുമ്പോൾ 2A വരും. എസെൻട്രിസിറ്റി, സെൻറ്റർ ഓഫ് ഫോക്കയും വേർട്ടിസസും ഒക്കെ കാണാം. അതൊക്കെ ഫോർമുല തന്നിട്ടുണ്ടല്ലേ, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 40ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യൂസിങ് ഇലമെൻ്ററി കോളം ട്രാൻസ്ഫോർമേഷൻ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഫൈൻഡ് എന്നാണ് കേട്ടോ അത്. Find the inverse of the matrix A is equal to 2 - 6 1 - 2. Elementary column transformation വെച്ചിട്ട് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് കാണാം. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കാണാൻ വേറൊരു മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അതായത് x = A ഇൻവേഴ്സ് B എന്നുള്ള ഫോമിൽ A ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് അഡ്ജോയിൻ്റ് A ബൈ ഡിറ്റർമിനൻ്റ് വെച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എലിമെൻ്ററി കോളം ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ് ഇൻവേഴ്സ് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് എന്തിൻ്റെ ഫോമിലേക്ക് ആക്കി എഴുതണം? A = AI2 എന്നുള്ള ഫോമിലേക്ക് ആക്കി എഴുതണം. ഓക്കെ, A = AI2. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? 2 6 1 - 2 ആണ്. 2 6 1 - 2 which is equal to A into I2 എന്ന് പറയുന്നത് 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കേട്ടോ. 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഉള്ളത്. 1 0 0 1. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ മെട്രിക്സിനെ 2/2 മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം ഇതിനെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കോളം ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഫുള്ള് കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. എലിമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, എലിമെൻ്ററി കോളം ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇവിടെ കോളം ട്രാൻസ്ഫോർമേഷൻ അല്ലേ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഫുള്ള് കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ A = AI2, അതായത് A = AIN എന്നുള്ള ഫോമിലാണ്. അവിടെ നമ്മൾ 2/2 മെട്രിക്സ് ആയതുകൊണ്ടാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് 2/2 ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ A = 2 - 6 1 - 2 = A × 1 0 0. ദെൻ നമ്മൾ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ തുടങ്ങാം. കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എനെ നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? I2 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടാണ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? C2 ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ഈ എലമെൻറ്റും 0 ആയിരിക്കണം, എന്നാലേ നമുക്ക് ഈ മെട്രിക്സ് ആവുള്ളൂ. ഈ എലമെൻറ്റും 0 ആയിരിക്കണം. ഇവിടെ ഇതും 0 ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഇത് 0 ആക്കാൻ എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? C2 ഫസ്റ്റ് ഓപ്പറേഷൻ വരുന്നത്. ഇത് C1, ഇത് C2. C2 ഫസ്റ്റ് ഓപ്പറേഷൻ എന്താണ്? C2 + 3C1. അതായത് C2 ഇത് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? C2 എലമെൻറ്റ് C2 + 3 × C1 ചെയ്യണം. ഓക്കെ, ഇവിടെ എന്താണുള്ളത്? 6 ആണുള്ളത്. -6 ഈ ഫസ്റ്റ് ഓപ്പറേഷൻ C2 കൊടുക്കുമ്പോൾ എന്താ വരിക? -6
പ്ലസ് 3 ഇൻറ്റു C1 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 is equal to -6 plus 6 is equal to 0 കിട്ടൂലേ? 0 കിട്ടി. ഓക്കെ, അടുത്തത് ഇതെന്താവും അപ്പോൾ -2 പ്ലസ് 3 ഇൻറ്റു 1 C1 എന്താണ് 1 ആണ്. 3 ഇൻറ്റു 1 എന്ത് കിട്ടും? -2 പ്ലസ് 3 -2 പ്ലസ് 3 1 -2 പ്ലസ് 3 1 കിട്ടി. കണ്ടോ? 1 കിട്ടി. ദെൻ ഇതേപോലെ തന്നെ ഇതിനും കൊടുക്കണം. ഈ മെട്രിക്സിനും നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ C2 ഇൻറ്റു 3C1 ആണ്. C2 പറയുന്നത് എന്താണ്? 0 ആണ്. 0 പ്ലസ് 3 ഇൻറ്റു C1 3 ഇൻറ്റു 1. അപ്പോൾ എന്ത് വരും? ഈ 1 അങ്ങനെ തന്നെ എഴുതി. ഫസ്റ്റ് കോളം അതേപോലെ തന്നെ എഴുതുക. സെക്കൻഡ് കോളത്തിലാണ് എല്ലാ ചേഞ്ചും വരുന്നത് കേട്ടോ. അപ്പോൾ 0 പ്ലസ് 3 ഇൻറ്റു 1 3 എന്ന് എഴുതി. ദെൻ അടുത്തത് ഇവിടെ 1 ആണുള്ളത്. 1 എന്ത് വരും? C2 ഇൻറ്റു 3 പ്ലസ് 1 C2 പ്ലസ് 3 പ്ലസ് 1 C2 1 പ്ലസ് 0 ഇൻറ്റു 3 0. അപ്പോൾ C2 മാത്രമല്ലേ വരുള്ളൂ, 1 മാത്രം വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. 2 0 1 1. A എന്ന് പറയുന്നത് എന്താണ്? 2 1 3 0 1 എന്ന് കിട്ടി. ദെൻ അടുത്ത ഓപ്പറേഷൻ ഇതിലാണ് ചെയ്യണത്. ഇനി നമുക്ക് ഇവിടെ ഈ എലമെൻറ്റ് 0 ആയി കിട്ടി. ഇനി അടുത്തത് ഇതാണ് നമുക്ക് 0 ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ C1ലാണ് ഓപ്പറേഷൻ നടത്തുന്നത്. എന്ത് വരും? 1/2 ഇൻറ്റു C1 ചെയ്യാം. അതായത് ഇവിടെ 2 ഉണ്ട്, ഈ ടേമിനെ 0 ആക്കുകയും വേണം. അപ്പോൾ ഈ 2 നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 1 ആക്കണം. ഈ 2 1 ആക്കിയിട്ട് വേണം നമുക്ക് എന്താക്കാൻ? ഇതിനെ 0 ആക്കാൻ. അപ്പോൾ 2 ഇവിടെ 2നെ എന്ത് ചെയ്യുക? ഈ 2നെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? /2 ചെയ്താൽ പോരെ? അപ്പോൾ C1ൽ നമ്മൾ അടുത്ത ഓപ്പറേഷൻ ചെയ്യണത് എന്താണ്? 1/2 ഇൻറ്റു C1 1/2 ഇൻറ്റു C1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ 2/2 വരുമ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 1/2 തന്നെ വന്നു. ഇവിടെ എന്ത് വരും? 1/2 ഇൻറ്റു C1 1/2 കിട്ടി. 0/1/2 0 ഇൻറ്റു 1/2 0. ദെൻ അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തായി? 1 0 1/2 1 1/2 3 0 1 ആയി. ഇനി ഇതിനെ 0 ആക്കണം. ഇതിനെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് കോളം ഓപ്പറേഷൻ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ C1 മൈനസ് 1/2 ഇൻറ്റു C2. ഓക്കെ, C1 മൈനസ് 1/2 ഇൻറ്റു C2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? C1 മൈനസ് 1/2 ഇൻറ്റു C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 ഫസ്റ്റത്തെ എലമെൻറ്റ് C1 മൈനസ് 1/2 ഇൻറ്റു C2. ഇത് 0 അല്ലേ? അപ്പോൾ 1 തന്നെയല്ലേ കിട്ടുക. ദെൻ ഇവിടെ 1/2 മൈനസ് 1/2 ഇൻറ്റു C1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1/2 മൈനസ് 1. ഇവിടെ C2 1 ആണ്. അപ്പോൾ 1/2 മൈനസ് 1 0 കിട്ടി. ദെൻ അടുത്തത് ഇവിടെ 1/2 മൈനസ് 3/2 കിട്ടും. 1/2 മൈനസ് 3/2 എന്ത് വരും? -2. 1 മൈനസ് 3 is equal to -2/2. -2/2 എന്ത് വരും? -1 എന്ന് വരും. ദെൻ അടുത്തത് ഇവിടെ എന്ത് വരും? ഈ C1ൽ എന്ത് വരും? 0 മൈനസ് 1 ഇൻറ്റു 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കോളം ഫുള്ള് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ I2 ഈക്വൽ ടു AB എന്നുള്ള ഫോമിൽ കിട്ടി അല്ലേ? I2 ഈക്വൽ ടു AB എന്നുള്ള ഫോമിലായിട്ടുണ്ട്. വേർ B എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ, ഇത് A, ഇത് നമ്മൾ B എന്നുള്ള മെട്രിക്സ് ആണ്. സോ B is equal to -1 3 -1/2 1. ദെൻ B is equal to ഇത് കിട്ടി. സോ A ഇൻവേഴ്സ് എന്തായിരിക്കും? A ഇൻവേഴ്സ് ഈക്വൽ ടു -1 3 -1/2 1 ആയിരിക്കും. A is equal to A is equal to AI2 എന്നുള്ള ഫോമിലാക്കിയിട്ട് നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഇതിനെ ഈ എനെ നമ്മൾ എന്താക്കി എഴുതണം? 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കിയിട്ട് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? I2 is equal to AB എന്നുള്ള ഫോമിലാക്കാം. B എന്നുള്ളതാണ് ഈ മെട്രിക്സ്. ദെൻ അതിന് നമുക്ക് എന്ത് കിട്ടും? A ഇൻവേഴ്സ് കിട്ടും. ആ B എന്നുള്ള മെട്രിക്സ് ആയിരിക്കും എന്ത്? A ഇൻവേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.